ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വീണ്ടും. അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റുകൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പോൾ താഴെ വന്ന് നിന്നിട്ട് വിളിച്ച് മക്കളെ അങ്ങോട്ടിറങ്ങി ചെല്ലാനായിട്ട്. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയോ കൊണ്ടുവരാനും എടുക്കാനായിട്ടൊക്കെയാണ്. അപ്പം നമ്മൾ അറിഞ്ഞില്ല, നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം വന്നിട്ട് വിളിക്കുന്നത് നമ്മൾ താഴെ എത്തി അങ്ങോട്ടിറങ്ങി ചെല്ലാൻ. നിങ്ങൾക്ക് ആരാന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോയിൽ കാണാം. ഓക്കെ. അങ്ങനെ ഗേസ്തായി വന്നായിരുന്നു. ജാസും ചക്കര അവരൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പം മക്കൾ എവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മക്കളുടെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാൻ കുറേ സാധനങ്ങളായിട്ടാണ് വന്നത് അവർ. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് മക്കളെടുത്ത് ചെല്ലാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാനൊന്ന് വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. എൻ്റെ കാര്യം അറിയാമല്ലോ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വീഡിയോ സമയത്തൊന്നും ഇടത്തുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ലേറ്റായി പോയത്. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ കൊണ്ട് കയറി വരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ടാണ് മക്കൾ പോയത്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഇരുന്നപ്പോൾ കാണാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും വ്ളോഗ് എടുക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ കിട്ടും. എന്താ അങ്ങനെ കേസ് അവരെല്ലാവരും കയറി വന്നത് അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന തളർന്ന് ക്ഷീണിച്ചു പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലൊരു കയറ്റമുണ്ടല്ലോ കയറി വരുന്നത്. അപ്പോൾ സാധനമൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന മൊബൈലിലൊക്കെ നോക്കിയിട്ട്. പിന്നെ ഞാൻ വോയിസ് ഇട്ടേക്കുന്നത് വെച്ചാൽ മൊബൈലിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ വോയിസ് കിടക്കുന്നത്. ഇതാ കൊണ്ടുവന്ന സാധനങ്ങളിലൊക്കെ ഇതാ ഇങ്ങനെ വച്ചിട്ടുണ്ട്. കുറേ തുണികളൊക്കെ അത് അലക്കാനുള്ള തുണികളാണ്. പിന്നെ ഇത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ്. അപ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് സിറ്റൗട്ടിലിറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം കിച്ചണിൽ രാവിലെ കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ സിറ്റൗട്ടിൽ വന്ന് കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു കോഫിയൊക്കെ കുടിച്ചിട്ട്. പിന്നെ അത് കിച്ചണിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തുണികൾ അലക്കണം, അവരുടേതൊക്കെ അലക്കണം. അങ്ങനെ എല്ലാം കുറേശ്ശെ ഇങ്ങനെ വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചക്കരയ്ക്ക് മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മാങ്ങ അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇതാ മാങ്ങയുണ്ട്. പിന്നെ എന്താണ് കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പം ചായയും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. പിന്നെ മാങ്ങ ഇതാ വീണ്ടും നമുക്ക് അച്ചാറിടാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്തപ്പോൾ നിജാസ് ചക്കര എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. എല്ലാവരും നല്ല ഉറക്കം. ഞാൻ രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ വന്നു. മക്കളൊക്കെ ഉറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കാൻ വിചാരിച്ചു. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. കാപ്പി ഉണ്ടാക്കണം, ഉച്ചയ്ക്കിന് ഊണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ നമ്മൾ കോഴി പോകുന്നു. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ കാണാം. ഓക്കെ. ജുമാൻ ഇങ്ങനെ വീശിയിരിക്കാനായിട്ട് ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ. മഴ പെയ്തെങ്കിലും നമ്മുടെ ചൂടിനൊരു കുറവുമില്ല. എന്നാൽ ഇന്ന് നമുക്ക് മഴ പെയ്തിട്ടുമില്ല. അപ്പം നല്ല ചൂടുണ്ട്. എല്ലാവർക്കും ചൂട് കാരണം ഇരിക്കത്തില്ല. സത്യം പറഞ്ഞാൽ അവിടെ ചൂട് കുറഞ്ഞൊരു സ്ഥലമാണ്. വയൽ പ്രദേശം കൂടി ആയതുകൊണ്ടിട്ട് വലിയ ചൂടൊന്നും കാണത്തില്ല. പക്ഷേ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. പിന്നെന്താ നമ്മൾ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാർക്കും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ചക്കര കുട്ടിക്ക് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി വേണം, എങ്ങനെ ഉണ്ടാക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കണമെന്നൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ എടുത്ത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പഴുത്ത മാങ്ങയും ഒരു ഗ്രേവി. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ ജുമാനൊക്കെ ഇത് കണ്ടപ്പോഴത്തേക്കും ജുമാന ഓൾറെഡി ഒരു മാമ്പഴം കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഉണ്ടാക്കി ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി, പിന്നെ മെഴുക്കുവരട്ടുണ്ടാക്കി, മീൻചാറൊക്കെ ഉണ്ട്. എങ്കിലും ഇത് മതി ചോറ് കഴിക്കാൻ. അപ്പോൾ ജുമാനിതാ ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ആ ഒരു മധുരവും പുളിപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റാണ് സംഭവം. അങ്ങനെ അടിപൊളിയായിരുന്നു മാമ്പഴ പുളിശ്ശേരി. എന്തായാലും ചട്ടി കാലിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പോൾ നമ്മളെ ബ്രെഡ് മുട്ടയിൽ മുക്കി പൊരിക്കാൻ തോന്നി. ബ്രെഡ് അപ്പോൾ മുട്ടയുണ്ട്, പഞ്ചസാര, ഉപ്പ്, പാൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് മുട്ടയിൽ മുക്കി പൊരിക്കാം. ഇതാർക്കാണെന്നല്ലേ ഇത് കഴിക്കാൻ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ
നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിപ്പോൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് ആൾക്കാണ്. അതായത് നമ്മളെ ചക്കര കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡ് ഇങ്ങനെ മുട്ടയും വെച്ച് പൊരിച്ച് കൊടുക്കുന്ന ബ്രെഡും പാലും പഞ്ചസാര എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നടിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ബ്രെഡൊന്നും ഇതിനകത്തോട്ടൊന്ന് മുക്കി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചക്കര ഇവിടെ ഇരിപ്പുണ്ടിട്ട് അവളിവിടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കാം. നമ്മൾ ഇത്രയും നേരമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ലെന്നേ ഉള്ളൂ. കാരണം എപ്പോഴും നിജാസ് എടുക്കുന്നുണ്ടല്ലോ വീഡിയോസ്, പിന്നെ ഞാനും കൂടി എടുക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നിജാസ് പുറത്തോട്ട് പോയി. നമ്മൾ ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ആകുമ്പോഴത്തേക്ക് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അധികം മധുരമൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടയും ഇതൊന്നത് ഇത് കരിഞ്ഞു പോയേട്ടാ. നമുക്ക് കൊണ്ടു കൊടുക്കാം. കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ചായ കുടിക്കത്തില്ല, കട്ടനാണ് കുടിക്കുന്നത്. അപ്പോൾ അതുകൂടി കൊണ്ടു കൊടുക്കാം. അങ്ങനെ ഗേസ്റ്റ് നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകളൊക്കെ അത് അവിടെ ഇരിക്കുകയാണ്. ചക്കര ഉണ്ട്, ചക്കരയുടെ ഉമ്മ ഉണ്ട്, മക്കളുണ്ട്, നമ്മുടെ അക്കുണ്ട്. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിജാസ് ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കുന്നു. നിജാസിൻ്റെ വാപ്പായും പുറത്ത് പോയേക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അല്ലേ ഇക്കരെ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇന്നലെ പൊതുവെ ഭയങ്കര ചൂടായിരുന്നു. മറ്റേ അങ്ങനെ ചൂടൊന്നും ഇല്ല, പക്ഷെ ഇന്നിപ്പോൾ കുഴപ്പമില്ല. ഇന്നലെ നല്ല ചൂടായിരുന്നു. ഇന്നലെ എല്ലാവർക്കും ഭയങ്കര ചൂടായിരുന്നു. ഇന്നലെ മഴയും പെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ ചായയും ബ്രെഡ് ബജിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ അക്കരെ? നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുകയില്ല. നാളത്തെ ദിവസം എന്തിനാണെന്ന് നിങ്ങൾ പറയണം. സ്പെഷ്യൽ ഡേ ആണ്. ചക്കര വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് ചക്കരയ്ക്കുള്ള. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ആഘോഷിക്കണോ വേണ്ടേ അല്ലേ? ഈ ഒരു വർഷം മൊത്തം നിജാസിന് ഫുള്ള് ചിലവുകൾ മാത്രമേ ഉള്ളൂ. അതാണ്, ചെറുതായിട്ട് നമ്മൾ ആഘോഷിക്കും അല്ലേ? ഒരു കേക്ക് മേടിച്ച് മുറിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പൊ തീർന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.